അന്ന് എന്താണ് ഇത്ര താമസിച്ചത്? ഞാൻ എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്യാം. ഓ ഒന്നും പറയണ്ടാവേ, ഇവളുമാരെയൊക്കെ കൊണ്ട് തോറ്റ് ഇവളെയൊക്കെ എടുത്ത് കിണറ്റിയിടണം. എന്ത് പറ്റി? എന്താ ഇപ്പൊ പ്രശ്നം? അണ്ണാ എന്താ പ്രശ്നം? അണ്ണാ ടെൻഷൻ അടിക്കാതെ കാര്യം പറ. എന്ത് പറ്റി? ഒന്നും പറയണ്ടാ, ഒരുത്തി ഉണ്ടല്ലോ വീട്ടില്, അവളെ കൊണ്ട് ആകെ പ്രശ്നമാ. എനിക്കൊന്ന് അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ, അപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ആകെ തലവേദന. ആകെ ആര് പറഞ്ഞു കല്യാണം കഴിക്കാൻ? കല്യാണം കഴിച്ചിട്ടില്ലേ കിടന്ന് ഇടപാടൊക്കെ പെടുന്നത്? ഞങ്ങളെയൊക്കെ കണ്ടോ? ഫ്രീ ബേഡ് പാറി പറന്നിങ്ങനെ എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും പോവാം. കല്യാണമോ സാധനമോ ഒന്നും നമ്മുടെ കൺസെപ്റ്റിൽ തന്നെ ഇല്ലാത്തതായിരുന്നു. യേശുദാസാണ് നമ്മളെ ചതിച്ചത്. ആര്? ദാസേട്ടനോ? ദാസേട്ടൻ എന്ത് ചെയ്ത്? ദാസേട്ടൻ ഇയാളെ പിടിച്ച് കെട്ടിച്ചോ? അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ടില്ലേ, പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. ഈ പാട്ടൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ യൗവനകാലത്ത് അതൊക്കെ കേട്ട് ഇങ്ങനൊക്കെ ആയിരിക്കും ഭാര്യ എന്ന കൺസെപ്റ്റിൽ പോയി കെട്ടിയത്. എന്താ അവസ്ഥ? അളിയ അത് കേട്ടാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ കെട്ടണ്ടേ? കേരളത്തിൽ 25% ആളുകൾ ഈ പാട്ട് കേട്ട് തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 25% ആൾക്കാരോ? ബാക്കി 25% പേര് ഈ പാട്ടും കേട്ടിട്ടില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. അവന്മാര് സുഖമായിട്ട് ജീവിച്ചിങ്ങനെ പോകും. കറക്റ്റ് കാര്യം.